In the heart-wrenching aftermath of 2018 Kerala floods, a resilient spirit emerged, defying the old and celebrating the strength of community united. This dance, a poignant reflection of those challenging times, pays homage to the indomitable human spirit that rose above the murky waters. Through the language of movement and rhythm, we tell a story of survival, solidarity, and hope. Each step echoes the tales of courage, the rhythm mirroring the heartbeat of a community that refused to be submerged by despair. Let's join this emotional journey of resilience through the art of dance performed by classics girls to the spirit of Kerala that stood tall amidst and deluged, finding solace in the collective rhythm of recovery. 2018 നാടിനെ നടുക്കിയ പ്രളയകാലം ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ദുരന്തം. അനേകം പേർക്ക് ഉറ്റവർ നഷ്ടപ്പെട്ട നൊമ്പര ദിനങ്ങൾ. നഷ്ടങ്ങളിലും സ്വയം മറന്ന് താങ്ങും തണലുമായി നിന്നവർ ധാരാളം. മതഭേദമില്ലാതെ നിറഭേദമില്ലാതെ തോളോട് തോൾ ചേർന്ന് കൈകൾ കോർത്ത ഐക്യത്തിൻ്റെ ദിനരാത്രങ്ങൾ. അതെ, ഒരിക്കലും മറക്കാനാകാത്ത പ്രളയകാലത്തിന് നൃത്താവിഷ്കാരം നൽകി ഇതാ എത്തുന്നു 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ. The participants are Arshia Safa, Atulya Anup, Mayuga, Navita, Jwala, Anushri, Akshara, Vedika, Apurva Arjun, Niharika, Shreya, Pratibha, Kritika, Laiba Hanat, Kritika, Prisha, Surya Lakshmi, Rudushree, Anika. ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നൊരു കോളമുണ്ട്. നീ ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. ആ മതിലുയർന്നു വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ പലതവണ കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോഴും വേറെ ജാതിയാണ്, കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരെ പോലെ എൻ്റെ മാതാപിതാക്കൾ ആ മതിലൽപ്പ് ഉയർത്തിക്കെട്ടി. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു. ഓഗസ്റ്റ് 13, 2018. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി.
മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഇടുക്കി അണക്കെട്ട് അല്പസമയത്തിനകം തുറക്കും. ദിവസമായി എന്റെ ഭർത്താവ് കടലിൽ പോയിട്ട്. കാസർഗോഡ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. ആലപ്പുഴ കൈനഗിരിയിൽ പമ്പാ നദി കരകവിച്ചു. പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകളെ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. പാടുന്നതാരോ കന്നിത്തേനൂറും ചൊല്ലുണ്ടോ കൊഞ്ചും ചുണ്ടിൽ പൊന്നാര ശീലുണ്ടോ ചൊല്ലു അവരൊന്നു ചേരുമ്പോ. இனமென பிரிந்தது போதும், மதமென பிரிந்தது போதும், மனிதம் ஒன்றே தீர்வாகும். உயிர்களை இழந்தது போதும், உறவுகள் அழிந்தது போதும், அன்பே என்றும் தீர்வாகும். காலம் அது கண்முன் கண்ணீரை போல கரைந்தாலும் ஞாலமது ஞாயிற மேலே நம்பிக்கை இழந்தாலும் நம்பா. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.